ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി കൊണ്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. അമൃതം പൊടി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. നല്ല ഹെൽത്തിയുമാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. 5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും. ഇതിവിടെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു സ്വീറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡി ആയി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായി പോവും. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സ്ലൈസ് ചെയ്തിട്ടുള്ള ബദാമാണ് ചേർക്കുന്നത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. സാധാരണ കുട്ടികൾക്ക് നമ്മൾ ബദാമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കും. അപ്പോൾ ബദാമും അമൃതം പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനൊരു സ്വീറ്റ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ പാനിയാക്കി എടുക്കാം. ശർക്കരപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഈ ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതുപോലെ നല്ലപോലെ പതവന്ന് തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഈ ശർക്കരപ്പാനിയിൽ നിന്നും 1-2 ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റണം. അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമ്മളിവിടെ ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു സ്വീറ്റ് അല്ല കേട്ടോ തയ്യാറാക്കുന്നത്. ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാമും അമൃതം പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിട്ടായിരിക്കും കിട്ടുക. ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാൻ പക്ഷേ ബർഫി പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അതുകൊണ്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു നനവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്താൽ മതി. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നേരത്തെ നമ്മൾ നെയ്യ് തേച്ച് വെച്ചിട്ടുള്ള പാത്രമില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണ് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സാണ്. ഇതിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് നല്ല പാടായിരിക്കും. ഷേപ്പാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ്സും കൂടെ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്നും കൂടെ നല്ല എളുപ്പമായിരിക്കും. ഇത് സെറ്റാവാനായിട്ട് ഒത്തിരി സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റൊക്കെ മതിയാകും. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് ഒത്തിരി ഹാർഡായിട്ടുള്ള സ്വീറ്റ് അല്ല. പൊട്ടിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അമൃതം പൊടിയുടെ ടേസ്റ്റൊന്നും ഒട്ടും തന്നെ ഈ ഒരു സ്വീറ്റിനില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് മുന്നിട്ട് നിൽക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ ഇത്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ല, ഹെൽത്തിയുമാണ്. ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്